പ്രിയപ്പെട്ടവരെ, കേരള ചരിത്രത്തിൽ ഒരേ ഒരു മുഖ്യമന്ത്രി മാത്രമേ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് നേരിട്ട് ഭരിച്ചിട്ടുള്ളൂ. ആഭ്യന്തര വകുപ്പ് ഭരിച്ചവരും ധനകാര്യ വകുപ്പ് ഭരിച്ചവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വകുപ്പ് ഒരു മുഖ്യമന്ത്രി നേരിട്ട് കൈയാളിയത് 1982 മുതൽക്ക് 87 വരെ നിലനിന്ന UDF സർക്കാരിൽ ശ്രീ കെ കരുണാകരനായിരുന്നു. അദ്ദേഹത്തിന് പട്ടികജാതിക്കാരോട് സവിശേഷമായ ഒരു താല്പര്യവും വാത്സല്യവും ഉണ്ടായിരുന്നു. പുള്ളി പണ്ട് സഹോദരൻ അയ്യപ്പനൊക്കെ ചെയ്ത പോലെ മിശ്രഭോജനം വരെ നടത്തി. അദ്ദേഹം പങ്കെടുക്കുന്ന സമൂഹ സദ്യകൾ ഉണ്ടായിരുന്നു. പിന്നെ പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഉന്നമനത്തിനും വേണ്ടി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടപ്പാക്കി. പലവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വെങ്ങോലംകുന്ന് ഹരിജൻ കോളനി, അന്ന് ഹരിജൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ആ കോളനിയിലുണ്ടായിരുന്ന പഴയ കൂരകളൊക്കെ ഇടിച്ച് നിരത്തി തലസ്ഥാനത്ത് നല്ല വൃത്തിയും ഭംഗിയുമുള്ള ചെറിയ വീടുകൾ പണിച്ചു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ പട്ടികജാതിയിൽ നിന്ന് ആദ്യമായിട്ട് ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരുന്നു കെ ജി ബാലകൃഷ്ണനെ ഹൈക്കോടതി ജഡ്ജിയാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കരുണാകരൻ. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പട്ടിക സമുദായത്തിൽ നിന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി ഉണ്ടാകണം എന്ന പുള്ളിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ മുൻകൈയെടുത്താണ് ബാലകൃഷ്ണനെ ഹൈക്കോടതിയിൽ കൊണ്ടുവന്നത്. പിന്നെ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോയതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് പുള്ളി നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങൾ വലിയ വിവാദമായിട്ട് മാറി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞത് ഈ ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്ന പട്ടികജാതിക്കാരായ സ്ത്രീകൾക്ക് 5000 റുപ്യ വീതം സർക്കാരിൽ നിന്ന് ധനസഹായം കൊടുക്കാൻ, നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് ഒരു വകുപ്പ് അദ്ദേഹം ഉണ്ടാക്കി. ഇന്നത്തെ 5000 അല്ല, 5000 1982-87 കാലത്ത് വളരെ വലിയ സംഖ്യയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു പുരോഗമനോന്മുഖമായ നടപടിയായിട്ടാണ് കണക്കാക്കപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റുകാരും ഈ മാധ്യമപ്രവർത്തകരും മറ്റെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ വളരെയധികം പരിഹാസ്യമാക്കി. ഇങ്ങനൊരു വ്യവസ്ഥ ഉണ്ടാക്കുന്നത് വഴിക്ക് കരുണാകരൻ ഈ പട്ടികജാതിക്കാരായ സ്ത്രീകളെ അവഹേളിക്കുകയാണ് ചെയ്തത് എന്ന് വ്യാഖ്യാനിച്ച് പുള്ളിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ വലിയ കോട്ടം വരുത്താൻ ശ്രമിച്ചു. 87 തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു, വിവാദ വിഷയമായിരുന്നു. പട്ടികജാതിക്കാരായ സ്ത്രീകളുടെ മാനത്തിന് 5000 രൂപ വില കൽപ്പിച്ച നീചനായ കരുണാകര എന്ന് വിളിച്ചുകൊണ്ടാണ് നായനാരും സംഘവുമൊക്കെ പ്രചരണം നടത്തിയത്. ആ തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ച അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത നടപടി ഈ പട്ടികജാതിക്കാരായ സ്ത്രീകൾക്ക് കരുണാകരൻ തമ്പുരാൻ പ്രഖ്യാപിച്ച 5000 രൂപയുടെ നഷ്ടപരിഹാരം റദ്ദാക്കലാണ്. ഞാൻ പറയാൻ വന്നത് അതിനെക്കുറിച്ചുമല്ല. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ കരുണാകരൻ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് പട്ടികജാതിക്കാരായ ആനപ്പാപ്പന്മാർക്ക് ഈ ആനയെ വാങ്ങിക്കാനായിട്ട് സർക്കാർ സബ്സിഡി അനുവദിച്ചു എന്നുള്ളതാണ്. ആനയുടെ വില സർക്കാർ ഇത് കൊടുക്കും, ആനയെ വാങ്ങിച്ചു കൊടുക്കും, അതിൻ്റെ പൈസ ഗഡുക്കളായിട്ട് തിരിച്ചടച്ചാൽ മതി. ഇത് വലിയൊരു ദുരന്തമായിട്ട് കലാശിച്ചു. കാരണം ഈ പാപ്പാന്മാർക്ക് ആനയ്ക്ക് തീറ്റ കൊടുക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. തീറ്റ കൊടുക്കാനുള്ള പൈസ സർക്കാരിന് സബ്സിഡി ആയിട്ട് കൊടുത്തില്ല. മാത്രവുമല്ല, ഇവർക്ക് കിട്ടിയ ആന അത് വേണ്ടത്ര തലയെടുപ്പുള്ളതായിരുന്നില്ല. തലയെടുപ്പില്ലാത്ത ആനയെ ആരും ഉത്സവത്തിന് എഴുന്നള്ളിക്കില്ല. മാത്രമല്ല, പട്ടികജാതിക്കാരുടെ ആനയ്ക്ക് സവർണന്മാരായ മുതലാളിമാർ അല്ലെങ്കിൽ മേലാളന്മാരെ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഈ ആനയ്ക്ക് തീണ്ടിക്കൂടായ്മയും തൊട്ടുകൂടായ്മയും ഉണ്ടായിരുന്നു. ഇവർ ഈ ആനകളെ ആരും അമ്പലത്തിന് ഉത്സവത്തിന് എഴുന്നള്ളിക്കാനായിട്ട് കൊണ്ടുപോയില്ല. ചുരുക്കി പറഞ്ഞ് ഇവരുടെ ജീവിതം ദുസ്സഹമായി. ആനയ്ക്ക് തീറ്റ കൊടുക്കാനായിട്ട് പനമ്പട്ടം മേടിക്കാനോ തെങ്ങിൻപട്ടം മേടിക്കാനോ കാശില്ലാത്ത അവസ്ഥ. ഇവരുടെ വീട്ടിൽ ഇവരുടെ മിക്കവാറുമൊക്കെ ചെറിയ കുടിലുകളോ അല്ലെങ്കിൽ ചെറിയ വീടുകളൊക്കെയാണ്. അങ്ങനെ ഏക്കർ കണക്കിന് വസ്തുക്കളൊന്നുമല്ല. ഈ വീടിൻ്റെ മുറ്റത്ത് ആനയെ ഭദ്രമായിട്ട് തളയ്ക്കാനുള്ള സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല. ഇതേക്കുറിച്ച് പണ്ട് മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ട് വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കരുണാകരൻ്റെ തൊപ്പിയിലെ പല തൂവലുകളിൽ ഒരു തൂവലായിട്ട് ഈ ആനയെ വാങ്ങിച്ചു കൊടുത്ത സംഭവം അവശേഷിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഈ സിനിമ കോൺക്ലേവിൻ്റെ അവസാന ഘട്ടത്തിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സിനിമ എടുക്കാനായിട്ട് സർക്കാർ ധനസഹായം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ധനസഹായം ചെയ്യുമ്പോൾ അവർക്ക് സിനിമ എടുക്കുന്നതിന്, നല്ല സിനിമ എടുക്കുന്നതിന് വേണ്ട പരിശീലനം കൂടി നൽകണം എന്നതാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ വനിതാ സംവിധായകരുടെ കാര്യത്തിൽ ഇത് തുല്യ നിലയിൽ ബാധകമാണ്. ഇവർ എടുക്കുന്ന സിനിമകൾ അവർക്ക് ഈ പറഞ്ഞ പോലെ കാശ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിൽ എന്തെങ്കിലും ഗുണമേന്മ ഉണ്ടാകണമെങ്കിൽ ഇവർക്കും വേണ്ട പരിശീലനം കൊടുക്കണം എന്നാണ്. ഇദ്ദേഹത്തെ ഒരു വലിയ സ്ത്രീ വിരുദ്ധനായിട്ടും ഒരു ദളിത് വിരുദ്ധനായിട്ടും ഒരു ജാതി വെറിയനായിട്ടൊക്കെ ഇപ്പോൾ ആളുകൾ
വിശേഷിപ്പിക്കുകയും കല്ലെടുത്തെറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളി പറഞ്ഞതിൻ്റെ മെറിറ്റിലേക്ക് ആരും പോകുന്നില്ല, അത് വേറെ കാര്യം. അടൂർ ഗോപാലകൃഷ്ണൻ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം, അദ്ദേഹത്തെ കല്ല് വലിച്ചെറിയാം. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM-കാർക്ക് പുള്ളിയെ പണ്ടേ ദേഷ്യമാണ്. ഈ മുഖാമുഖം എന്ന സിനിമ എടുത്തത് മുതൽക്ക് അടൂർ ഗോപാലകൃഷ്ണനെ കല്ലെറിയാൻ കിട്ടുന്ന ഒരു ചാൻസും CPM-കാരും അവരുടെ സിൽബന്ധികളായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരും വിട്ടുകളയാറില്ല. മുഖാമുഖം വന്നപ്പോൾ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായ ഗോവിന്ദപിള്ള ഈ സിനിമയെ നിരൂപണം ചെയ്യുന്നതിനേക്കാൾ ഭേദം 1000 തലയിൽ വാങ്ങിയ അപൂർവ ചിന്താമണിയോ അല്ലെങ്കിൽ സിംലയിലെ രാത്രികളോ ഒക്കെ നിരൂപണം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് മാതൃഭൂമിയിൽ ലേഖനം എഴുതി. അന്ന് മുതൽക്ക് ഇവർക്ക് ഇദ്ദേഹത്തെ കണ്ടുകൂടാ, ഇപ്പോഴും കണ്ടുകൂടാ. ഇപ്പോൾ അവർ സ്വാഭാവികമായിട്ടും തെറി പറയും, കാരണം ബിന്ദു ടീച്ചർ പോലെയുള്ള മഹതികളാണല്ലോ. അതുപോലെ സജി ചെറിയനെ പോലുള്ള മഹാന്മാരാണ് മന്ത്രിമാരായിട്ടിരിക്കുന്നത്. പിന്നെ ഷംസീറിനെ പോലുള്ള പുങ്കവന്മാരാണ് ഇവിടെ സഭാനാഥനായിട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, ചവിട്ടി തേക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ചില ആളുകൾ ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ അംബേദ്കറൈറ്റ് ബുദ്ധിജീവികൾ അവരിങ്ങനെ കല്ല് ഏറോടെ ഏറാണ്. അവർ പറയുന്നത് ഇയാൾ ഒരു ജാതി വർഗീയനാണ്, കൊളരാത്തവനാണ്. പണ്ട് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില ഭരണപരിഷ്കാരങ്ങളൊക്കെ ഏർപ്പെടുത്താൻ ശ്രമിച്ച ആൾ, അന്ന് ഞങ്ങൾ അവിടെ നിന്ന് തല്ലി ഓടിച്ചാണ്. ഇപ്പോൾ ഇയാൾ പുതിയ സിദ്ധാന്തമായിട്ട് വന്നിരിക്കുകയാണ്, പട്ടികജാതിക്കാർ സിനിമ എടുത്താൽ നന്നാവില്ല എന്നാണ് പുള്ളി പറയുന്നത്. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല. 1.5 കോടി രൂപ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് കുറേ പൈസയെങ്കിലും ഇവർ സ്വന്തം കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരത് ഫിനാൻസ് ചെയ്യാനായിട്ട് ആളുകളെ കണ്ടുപിടിക്കുന്നു. 1.5 കോടി കൊണ്ട് സിനിമ തീർന്നൊന്നും വരില്ല. മാത്രമല്ല, നിരവധി ചുവപ്പ് നാടകൾ കടന്നാലാണല്ലോ ഈ 1.5 കോടി കയ്യിൽ കിട്ടും. പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനായിട്ട് ചില വ്യവസ്ഥകളുണ്ട്. മിടുക്കന്മാരായ കുട്ടികൾക്ക് അതുപോലും ലഭ്യമാക്കാതിരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ നൂലാമാലകളിലേക്ക് പോകുന്നില്ല. അങ്ങനെ വിദേശത്ത് പോയി പഠിക്കുകയും ഒരു ഗഡു കിട്ടി, രണ്ടാമത്തെ ഗഡു കിട്ടാതെ വിഷമിച്ച് അവിടെ പാത്രം കഴുകാൻ നിൽക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലും ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ സർക്കാരാണ് ഈ 1.5 കോടി രൂപ പല ഗഡുക്കളായിട്ട് കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന കുഴപ്പമില്ല, പക്ഷേ അതുകൊണ്ട് സിനിമ തീരാതെ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളൊരു ദുരനുഭവം അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ പണം കൊടുക്കുന്നതല്ല, അത് ഫലപ്രദമായിട്ട് ചിലവാകുന്നു എന്ന ഒരു ഉറപ്പുകൂടി വരണം എന്നേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ നമ്മുടെ ഈ വനിതാ സംവിധായകരുടെ കാര്യം പുള്ളി പറഞ്ഞത് 100 101% ശരിയാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ചില ധീര വനിതകൾ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോട് നിർമ്മിച്ച അല്ലെങ്കിൽ സംവിധാനിച്ച ചില സിനിമകൾ കാണാനുള്ള ദുർവിധി എനിക്കുണ്ടായിട്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചില കുട്ടികൾ അഭിനയിക്കുന്ന നാടകത്തിൻ്റെ നിലവാരം പോലുമില്ല. സ്കൂൾ നാടകത്തിൻ്റെ നിലവാരം പോലും ഇല്ലാത്ത വളരെ അമച്ചുറായിട്ടുള്ള കലാസൃഷ്ടികളാണ് ഇവർ കൈരളിക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ക്രോസ് ബെൽറ്റ് മണിയുടെ സിനിമകൾക്ക്, KS ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾക്ക് ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. അത് സിനിമയാണ്, മോശം സിനിമയായിരിക്കും, അല്ലെങ്കിൽ A സർട്ടിഫിക്കറ്റ് സിനിമയായിരിക്കും, ഉച്ചപ്പടമായിരിക്കും, പക്ഷേ അത് സിനിമയാണ്. ഈ വനിതാ സംവിധായകന്മാരെടുക്കുന്ന സിനിമകൾ, അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇവരൊക്കെ സിനിമ എടുക്കാനായിട്ട് ഒരുപാട് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. വനിതകൾ മോശക്കാരാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇതുവരെ പുറത്തു വന്ന സിനിമകളുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. വളരെ ദയനീയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കലാസൃഷ്ടികൾക്ക് പണം കൊടുക്കുമ്പോൾ, സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ, അത് എൻ്റെ നിങ്ങളുടെ പണമാണ്. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതിന് അടൂർ ഗോപാലകൃഷ്ണൻ തെറി പറയേണ്ടവർക്ക് പറയാം. പുള്ളി ഉപയോഗിച്ച വാക്കുകൾ വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു. അതിന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കുറവാണ് എന്നൊക്കെ പറയാം. പക്ഷേ പുള്ളി പ്രകടിപ്പിച്ച വികാരത്തോട് ഞാൻ 100% അല്ല 101% യോജിക്കും. കാരണം ഇത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. പൊതുഖജനാവിൽ പണമില്ല എന്ന് നമ്മൾ വിലപിക്കുന്ന സമയത്ത് ഉള്ള പണം ഇങ്ങനെ അന്തവും കുന്തമില്ലാത്ത രീതിയിൽ ചിലവാക്കുന്നത് ശരിയല്ല. നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം, ചുമതലയും സർക്കാരിനുണ്ട്. അച്യുത് മേനോൻ്റെ കാലം മുതൽക്ക് സർക്കാർ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വെച്ച് പൂർണ്ണമായിട്ടും നിർമ്മിക്കുന്ന സിനിമകൾക്ക് 1 ലക്ഷം രൂപ പണ്ട് സബ്സിഡി കൊടുക്കുക. ഏത് 77-78 കാലത്ത് 1 ലക്ഷം രൂപ ഇട്ട് വരുന്നു. ഇപ്പം അത് രൂപയുടെ മൂല്യം കുറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എത്ര വലിയ സംഖ്യ എന്നാലോചിക്കുക. അതുപോലെ അവാർഡ് കിട്ടുന്ന സിനിമകൾക്ക് ടാക്സ് ഇളവ് കൊടുക്കുക. അപ്പോൾ ഈ സിനിമകൾ കാണാനുള്ള ഒരു പ്രോത്സാഹനമാണ്. അതുപോലെ അവാർഡ് തുക ചെറിയ സംഖ്യയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പണ്ട് മുതൽക്കേ ഉണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി രാജ്യം ഭരിക്കുന്ന സമയത്തുള്ള വലിയ സംഖ്യ ഖജനാവിൽ നിന്ന് കൊടുത്ത് ആറ്റൻബറോയുടെ സിനിമയുടെ സഹനിർമ്മാതാവായിട്ട് ഇന്ത്യ ഗവൺമെൻറ് മാറി. ഇന്ത്യ ഗവൺമെൻറ് ധനസഹായമില്ലായിരുന്നെങ്കിൽ ആറ്റൻബറോയ്ക്ക് ഗാന്ധി സിനിമ പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നില്ല. എന്നിട്ട് സത്യജിത് റായ്ക്ക്
പാഥേർ പാഞ്ചാലി എടുക്കാനായിട്ട് അന്ന് പൈസ കൊടുത്ത് ആ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്ന BC റോയിയാണ്. BC റോയുടെ കൈ നില കൊടുത്തത് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്നാണ് കൊടുത്തത്. അതുകൊണ്ട് റോഡ് പണിയാൻ പറ്റിയിരുന്ന ബഡ്ജറ്റ് അലോക്കേഷനിൽ നിന്നാണ് സിനിമ എടുക്കാനായിട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചരിത്രമുണ്ട്, അതിലൊന്നും തെറ്റില്ല, തീർച്ചയായിട്ടും സഹായിക്കേണ്ടതാണ്. പട്ടികവർഗത്തിൽ നിന്നല്ല, പട്ടികജാതിയിൽ നിന്നല്ല, ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്ന കഴിവുള്ള ആളുകളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. പക്ഷേ അത് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിപ്പോരുത് എന്ന് മാത്രമേ ഉള്ളൂ. സർക്കാർ കാര്യം ആയിപ്പോയാൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് പാലം പണിയുന്ന പോലെ അല്ല സിനിമ നിർമ്മിക്കുന്നത്, അത് വേറൊരു സംഗതിയാണ്. അത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള അക്കാഡമികളുടെ ഇതുപോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിലൊക്കെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നിർഭാഗ്യം. കഴിവും പ്രാപ്തിയുള്ള ആളുകളെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ, പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് വരുന്നവരെ, ആ സ്ത്രീകളെ ഒക്കെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സർവീസല്ല ഡിസർവീസാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇനി ഇതിൻ്റെ പേരിൽ ആർക്കെങ്കിലും SC/ST ആക്ട് പ്രകാരം അല്ലെങ്കിൽ സ്ത്രീകളുടെ മാനഭംഗപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടോ കേസ് കൊടുക്കുന്നതിന് ഒരു വിരോധമില്ല, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.